നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുമ്പോൾ ഹോർമുസ് കടലിടുക്കിലെ സംഭവ വികാസങ്ങൾ ആഗോള വ്യാപാരത്തിനും ഊർജ്ജ വിപണിക്കും പുതിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിലൊന്നുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതിയ വളർച്ചാ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മറുവശത്ത് സിന്ധു നദീജല കരാർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ വീണ്ടും കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും ശക്തമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ, കേരളത്തിന്റെ വികസന പ്രതീക്ഷകൾ, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ പുതിയ വിവാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രധാന വാർത്തകൾ നോക്കാം. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനും യുഎസും നടത്തുമെന്ന് കരുതിയ സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചെങ്കിലും ഇതേപ്പറ്റി അറിയില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. യുഎസുമായി ഒപ്പിട്ട ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയ ശേഷം മാത്രം അവസാന കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. അതിന്റെ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിർദ്ദേശം മറികടന്ന് കൂടുതൽ കപ്പലുകൾ ഒമാൻ തീരത്തിനടുത്തുകൂടി സഞ്ചരിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 ഡസനോളം ചരക്ക് കപ്പലുകൾ ഹോർമുസ് മറികടന്നു. തങ്ങൾ നിശ്ചയിച്ച കപ്പൽ പാതയിലൂടെ മാത്രമേ ഹോർമുസിലെ കപ്പൽ നീക്കം പാടുള്ളൂ എന്ന ഇറാന്റെ നിലപാടാണ് പുതിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. എന്നാൽ ഒമാൻ തീരം വഴി കൂടുതൽ കപ്പലുകൾ നീങ്ങുന്നത് മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയുന്നതിന്റെ സൂചനയാണെന്നും വിലയിരുത്തുന്നു. ഇറാൻ യുഎസ് സമാധാന ചർച്ചകൾ സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ന് രാജ്യാന്തര ഓഹരി വിപണികൾ നേട്ടത്തിലാണ്. വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വൻ വിദേശ നിക്ഷേപം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC ആണ് നിക്ഷേപവുമായി എത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി MSC സ്വന്തമാക്കും. MSCയുടെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വിഴിഞ്ഞം തുറമുഖത്തിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. അതേസമയം വൻ നിക്ഷേപം നടത്തുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 16 ലക്ഷം TEUവിൽ നിന്ന് 57 ലക്ഷം TEUV ആകും. കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപമാണ് MSC നടത്തുന്നത്. തുറമുഖ വളർച്ചയിൽ കുതിച്ചുചാട്ടമെന്ന് അദാനി പ്രതികരിച്ചിരിക്കുന്നു. 13,000 കോടിയുടെ നിക്ഷേപമാണ്. എന്നാൽ 2075 തുറമുഖം സംസ്ഥാനത്തിന് കൈമാറുമ്പോൾ MSCയുടെ റോൾ എന്താകുമെന്നതിലാണ് ആകാംക്ഷ. സിന്ധു നദീജല കരാർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനപരമായ ആഹ്വാനവുമായി പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട വെള്ളം തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്നാണ് പാക് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി മുസാദിക് മാലിക് ഭീഷണി മുഴക്കിയത്. പാകിസ്ഥാന്റെ ജലവിഹിതം ഇന്ത്യ നിയന്ത്രിക്കുകയാണെന്നാണ് ആരോപണം. അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെന്നും പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നതെന്നും മുസാദിക് മാലിക് കുറ്റപ്പെടുത്തി. വെള്ളമില്ലാതാക്കാൻ ശ്രമിക്കുന്നവർ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇത് വെറുമൊരു പ്രഖ്യാപനം മാത്രമല്ലെന്നും തങ്ങളുടെ ജലവിഹിതത്തിന് മേൽ ആരെങ്കിലും കൈവച്ചാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് പാകിസ്ഥാൻ തെളിയിച്ചിട്ടുണ്ടെന്നും മുസാദിക് മാലിക് വാർത്താ സമ്മേളനത്തിൽ ഭീഷണിപ്പെടുത്തി. വിപണിയിൽ ഭക്ഷ്യവിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നു. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വില അനിയന്ത്രിതമായി ഉയരുന്നതാണ് കാരണം. ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം തക്കാളിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കഴിഞ്ഞ ഒരു മാസത്തിൽ 18%, ഉള്ളിയുടേത് 11%, ഉരുളക്കിഴങ്ങ് 1.3% ഉയർന്നു. വാർഷികാടിസ്ഥാനത്തിൽ തക്കാളി വില 25%, ഉള്ളി വില 3.3% വർദ്ധിച്ചത്. അതേസമയം ഉരുളക്കിഴങ്ങ് വില 17% കുറവാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തക്കാളി വില 50% വരെ വർദ്ധിച്ചു. അതേസമയം ഡൽഹിയിൽ കടുത്ത ചൂട് ഉൽപാദനത്തെ ബാധിക്കുകയും വിതരണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തതിനാൽ വില ഇരട്ടിയായി. വാഹനങ്ങളിൽ അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി ജൻസിക്ക് വാരിക്കോരിക്കൊടുത്ത വാഗ്ദാനങ്ങൾ സർക്കാർ പാലിക്കുമോ എന്ന സജി ചെറിയാന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു CP ജോൺ. മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിയമാവലികൾ ബാധകമാണെന്ന് മന്ത്രി പറഞ്ഞു.
അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിന്റെ കാര്യത്തിലും അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ് വാഹനത്തിന്റെ പുറത്തേക്ക് തെറിച്ചു നിൽക്കാത്ത തരത്തിൽ വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മോഡിഫിക്കേഷൻസുകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവുകൾ നിയമവിധേയമായിട്ടുള്ളതാണെന്നും യുവജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വിശദമായി പഠിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ കൂടുതലായി KSRTC ബസ്സിനെ ആശ്രയിക്കുന്നതുകൊണ്ട് സ്വകാര്യ ബസ്സുകളിലെ കളക്ഷൻ പ്രതിദിനം 1500 മുതൽ 2500 രൂപ വരെ കുറഞ്ഞുവെന്നാണ് സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. നാളെ ആരംഭിക്കുന്ന VBG റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേതടക്കം കൃഷിഭൂമിയിലെ വികസന ജോലികൾ അനുവദിക്കില്ല. എന്നാൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ വ്യക്തികൾക്ക് വീട് നിർമ്മാണം പോലുള്ള പദ്ധതികൾക്ക് അനുമതിയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. ഇനി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാകൂ. പുതിയ പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ. അതേസമയം കായിക അധ്വാനം വേണ്ട പ്രവൃത്തികളാണ് പുതിയ പദ്ധതിയിലുള്ളത്. കേരളത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 40% 60 വയസ്സിന് മുകളിലുള്ളവരായതിനാൽ ഇത് പ്രയാസമാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ പദ്ധതിയിൽ കൂലി കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. കാലവർഷം ആരംഭിച്ച് 1 മാസം പൂർത്തിയാകുമ്പോൾ വൈദ്യുതി ഉൽപാദനത്തിനായി ആശ്രയിക്കുന്ന പ്രധാന ഡാമുകളിൽ ജലനിരപ്പ് 25% താഴെ. ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 23.19%, പത്തനംതിട്ടയിലെ ശബരിഗിരി പദ്ധതിയുടെ ജലസംഭരണികളായ കക്കി, ആനത്തോട്, കൊച്ചുപമ്പ ഡാമുകളിൽ സംഭരണശേഷിയുടെ 21.79% എന്നിങ്ങനെയാണ് ഇന്നലത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം KSEB ഡാമുകളിലെ ശരാശരി സംഭരണ നില 52.4% 1 മാസം ലഭിച്ച മഴയുടെ കണക്കെടുത്താൽ സംസ്ഥാനത്ത് ശരാശരിയേക്കാൾ 34% കുറവാണ് ലഭിച്ചത്. ഇത് തുടർന്നാൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ശക്തമാകുന്ന വർഷങ്ങളിൽ കാലവർഷക്കാറ്റിന്റെ ശക്തി കുറവാണ്. ഇത്തവണ സംസ്ഥാനത്ത് പെയ്ത മഴയിൽ കൂടുതലും തീരപ്രദേശത്തും ഇടനാട്ടിലുമാണ്. സംസ്ഥാനത്തെ പ്രധാന ഡാമുകളെല്ലാം തന്നെ മലയോരത്താണ്. ഈ ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ വളരെ കുറവായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. കോച്ചിംഗ് സെന്ററുകൾക്കായുള്ള ദേശീയ നിയമം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം. JEE, നീറ്റ്, CUET പരീക്ഷകളിൽ പരിഷ്കാരത്തിനാണ് സർക്കാർ നീക്കം. കോച്ചിംഗ് സെന്ററുകളിലെ ടോപ്പർ പരസ്യങ്ങൾക്ക് ഇതോടെ കടിഞ്ഞാൻ വീഴും. കോച്ചിംഗ് സെന്ററുകൾ അധ്യാപക യോഗ്യത, വിജയനിരക്ക് എന്നിവ വെളിപ്പെടുത്തണമെന്ന് നിയമത്തിൽ കൊണ്ടുവരും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 23 മണിക്കൂർ കോച്ചിംഗ് പരിധി ഉണ്ടായിരിക്കും. കൂടാതെ 12ാം ക്ലാസ്സിന് ശേഷം മാത്രമായിരിക്കും തീവ്ര കോച്ചിംഗ് ഉൾപ്പെടെ നൽകാൻ പാടുള്ളൂ. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാകുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.